ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലെ സെൽഫ് കെയർ വീഡിയോ ആണ്. ശാന്തി മഠത്തിൻ്റെ പേജിൽ നിന്ന് ഞാൻ കുറച്ച് ഭൃംഗരാജ് ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ധന്വന്തരം തൈലം, നാൽപ്പാമരാതി എണ്ണ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബാത്ത് റൂട്ടീൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭൃംഗരാജ് ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് തല നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. മുന്നൊന്നും ഞാൻ അങ്ങനെ ഹെയർ ഓയിലോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. 6 മന്ത്സ് പകുതിയായപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പം അതുവരെ ഒന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് ഞാനിങ്ങനെ സെൽഫ് കെയർ ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇതുപോലെ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിപ്പോ തലേ നല്ലോണം എണ്ണ പുരട്ടി മസാജ് ചെയ്ത് അതിനുശേഷം ഞാൻ ബോഡിയിൽ ഒന്നെങ്കിൽ ഞാൻ ഇത് തേക്കും, ധന്വന്തരം തൈലം, അല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി എണ്ണ. അത് രണ്ടും ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കും. ഈ ടൈമിൽ നമ്മൾ നമ്മുടെ നിപ്പിൾ കെയർ ഒക്കെ തുടങ്ങേണ്ട സമയമാണ്. എൻ്റെ അടുത്ത് ആശാ വർക്കർ പറഞ്ഞിരുന്നു, ഇങ്ങനെ എണ്ണയൊക്കെ പുരട്ടി മസാജ് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് നമ്മുടെ നിപ്പിള് വലിക്കണം എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ അത് ഉള്ളിലേക്കൊക്കെ വലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പം തന്നെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, മുന്നേ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ വയറ്റിലുള്ള ഉണ്ണിക്കും കൂടെ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സൺഡേയ്സിലോ മറ്റ് ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനിതൊക്കെ ചെയ്യണ കണ്ടിട്ട് എൻ്റെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവൾക്കും കൂടെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് അവള്. പിന്നെ ഇത് എണ്ണയും കാര്യങ്ങളൊക്കെ പുരട്ടി നിൽക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇടയിൽ വെള്ളം കുടിക്കാനൊന്നും മറക്കരുത്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഷാമ്പൂവിന് പകരമായിട്ട് ഞാൻ താളി ഉപയോഗിക്കുന്നത്. എപ്പോഴും താളി ഉപയോഗിക്കില്ല, ഷാമ്പൂവും കണ്ടീഷണറും ചെയ്യും. ചില ദിവസങ്ങളിൽ താളി ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഫേസ് പാക്കും കൂടി ഇടും. നമുക്കിപ്പോൾ കഴുത്തൊക്കെ കറുത്ത് മുഖമൊക്കെ ഡള്ളാവുന്ന സമയമല്ലേ. അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു കെയർ, ഒരു രക്തചന്ദനത്തിന്റെ പൊടി, വേറെ എന്താ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. ഒരു മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ദേഹത്തുള്ള എണ്ണയും കാര്യങ്ങളും കുഴമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ച് കളയാ. അപ്പൊ ഒരുപാട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. എൻ്റെ ഓൾറെഡി വളരെ ഡ്രൈ സ്കിന്നാണ്. അപ്പൊ ഇതൊക്കെ പരട്ടിയിട്ട് ചെറിയതായിട്ട് തന്നെ തേച്ച് കളഞ്ഞാൽ തന്നെ എൻ്റെ ബോഡിക്ക് വേണ്ട ഒരു മോയ്സ്ചറൈസേഷനൊക്കെ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വരുന്ന സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറയ്ക്കാം. പിന്നെ ഞാൻ ബക്കറ്റ് ഇങ്ങനെ ചെയറിന്റെ മേലെ വെച്ചിട്ടാണ് വെള്ളം പിടിച്ചിട്ടാണ് കുളിക്കുന്നത്. എന്നുവെച്ചാൽ ഇതൊക്കെ കഴുകിക്കളയാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അത്രയും നേരം നിന്ന് കുളിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം താഴത്തുനിന്ന് എടുത്തെടുത്ത് കുളിക്കുമ്പോൾ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട്, ഇളം വെയിൽ കൊള്ളണം കേട്ടോ. നല്ല നട്ടപ്പുറ വെയിലൊക്കെ കൊണ്ടിട്ട് കരിഞ്ഞു പോവും. ചെറിയൊരു ഇളം വെയിലൊക്കെ കൊണ്ട് നമ്മുടെ ആ ഒരു ബാത്ത് റുട്ടീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് എല്ലാ ദിവസവും ഇപ്പം എൻ്റെ കാലത്തെ റുട്ടീൻ. നമ്മൾ എഴുന്നേറ്റ് ചെറിയൊരു ചൂടുവെള്ളമൊക്കെ കുടിച്ച് എണ്ണയൊക്കെ തേച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അത് നമ്മളെ ഒരു ബിസി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഇങ്ങനെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഒരു എനർജി. അപ്പൊ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ അങ്ങാടി കടയിൽ നിന്നൊക്കെ നമുക്ക് എണ്ണയും കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.